ട്രിഗണോമെട്രിയുടെ മറ്റൊരു ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഫ്രം ദ ചാപ്റ്റർ ട്രിഗണോമെട്രി. സോ ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ റേസ് ടു 45 മൈനസ് സൈൻ റേസ് ടു 15. നമ്മൾ സൈനിന്റെ വില 45ന്റെ വില നമുക്കറിയാം, 15ന്റെ വില നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എഡീഷൻ സബ്സ്ട്രാക്ഷൻ ഫോർമുല ഉപയോഗിച്ചിട്ട്. സൈൻ എ പ്ലസ് ബി അല്ല സൈൻ എ മൈനസ് ബി, സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. അതൊന്നും ഇവിടെ ചെയ്യേണ്ട കാര്യമില്ല. സി സൈൻ എ മൈനസ് സൈൻ ബി ഓക്കെ ആണല്ലോ. ഇവരെ നമുക്ക് ഇങ്ങനെ എഴുതാം. സൈൻ എ മൈനസ് സൈൻ ബിക്ക് ഒരു ഫോർമുല ഉണ്ട്, ഡയറക്റ്റ് ഒരു ഫോർമുല ഉണ്ട്. സൈൻ എ മൈനസ് സൈൻ ബി അല്ല, സൈൻ സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി. സൈൻ സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബിക്ക് ഒരു ഫോർമുല ഉണ്ട്, അത് ഇത്രയേ ഉള്ളൂ. സൈൻ എ പ്ലസ് ബി ഇൻറ്റു സൈൻ എ മൈനസ് ബി. സോ സൈൻ സ്ക്വയർ എ ഇൻറ്റു സൈൻ സ്ക്വയർ ബി. ഇപ്പോൾ സൈൻ സ്ക്വയർ എ ഇൻറ്റു സൈൻ സ്ക്വയർ ബിക്ക് ഡയറക്റ്റ് ഫോർമുല ഉണ്ട്, സൈൻ എ പ്ലസ് ബി ഇൻറ്റു സൈൻ എ മൈനസ് ബി. കൊടുക്കാം നമുക്ക്. സൈൻ എ പ്ലസ് ബി, എ ആയിരുന്നടാ 45 പ്ലസ് 15 ഇൻറ്റു സൈൻ എ മൈനസ് ബി 45 മൈനസ് 15. സോ സൈൻ 45ഉം 15ഉം 60 ഇൻറ്റു സൈൻ 45ഉം 15ഉം 30. ഓക്കെ അല്ലേ? സൈൻ 60ന്റെ വില നമുക്കറിയാം, എത്രയാടാ? √3/2 ഇൻറ്റു സൈൻ 30ന്റെ വില നമുക്കറിയാം 1/2. ഇതേ കിടക്കുന്ന ആൻസർ √3/4. ഈസി. ഓപ്ഷൻ സി √3/4. ഐഡന്റിറ്റി മനസ്സിലായല്ലോ. സൈൻ സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി, സൈൻ സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി അങ്ങനെ എഴുതാം. സൈൻ എ പ്ലസ് ബി ഇൻറ്റു സൈൻ എ മൈനസ് ബി. 45ഉം 15ന്റെ വില നമുക്കറിയാം, നേരെ കൊണ്ടിട്ട് കൊടുത്തു. 15ന്റെ വില അറിയില്ല, ആഡ് ചെയ്ത് കൊണ്ടിട്ട് കൊടുത്തു. ഈസി. ക്ലിയർ ആണേ?